إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد نبي صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فلما ترى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. സമാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സൃഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും മരണപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് എന്നും പ്രശ്നങ്ങളെന്ന്. എന്നാൽ തൻ്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ അവന് എന്നേക്കാൾ പ്രശ്നങ്ങളുണ്ട് എന്നും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത ഒരാളെയും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒന്ന് തീരുമ്പോൾ മറ്റൊരു പ്രശ്നം, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്നുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് മനുഷ്യരായ നമ്മെക്കൊണ്ട് അള്ളാഹു പരീക്ഷിപ്പിക്കുന്നത്.
എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്നും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നന്നാക്കിയാൽ ബാക്കി അള്ളാഹുൽ ബരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തീർച്ചയായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, ബരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, ബരമേൽപ്പിച്ചവന് അള്ളാഹു മതിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിലേ അള്ളാഹുൽ ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വഅലല്ലാഹി ഫല്യതവക്കിലു ഇൻ കുൻതും മുഅ്മിനീൻ. വഅലല്ലാഹ്, അള്ളാഹുൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതവക്കലു, ബരമേൽപ്പിക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുൽ ബരമേൽപ്പിക്കണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഏതൊരു പ്രശ്നത്തിനും നമ്മൾ ഓരോരുത്തരും ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ തന്നെയാണ്. അള്ളാഹു തന്നെ മതി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അള്ളാഹനെ സൂക്ഷിക്കുന്ന ആളുകൾ വമൻ യതവക്കൽ, തവക്കുൽ ചെയ്യണം, അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേലിൽ, ഫഹുവ ഹസ്ബുഹു, അവന് അള്ളാഹു മതിയാകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു സൂക്ഷ്മത ജീവിതത്തിലെല്ലാം നമ്മൾ കൈവരിക്കുകയും എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങൾ ചെയ്യുകയും പിന്നീട് അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മാനസികമായ ഒരു ആരാധനയാണ് ഭരമേൽപ്പിക്കുക എന്നുള്ളത്. കാരണം എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും കൈകാര്യകർത്തൃത്വം നടത്തുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹു ഖാലിഖുൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ്. കുല്ലി ഷൈഇൻ, ഈ കാണുന്ന കണ്ണിൽ കാണുന്നതും കണ്ണിൽ കാണാത്തതുമായ സകലമാന വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ആ അല്ലാഹുവിലേക്ക് നമ്മൾ ഓരോരുത്തരും തവക്കുൽ ചെയ്യുവ. അലാ കുല്ലി ഷൈഇൻ വകീൽ, എല്ലാ കാര്യത്തിനും ബരമേൽപ്പിക്കാൻ അല്ലാഹു മതി എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുൽ ബരമേൽപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലാഹുൽ മാത്രമേ ബരമേൽപ്പിക്കാൻ പാടുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഅലല്ലാഹി ഫല്യതവക്കിലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലാഹുൽ ബരമേൽപ്പിക്കട്ടെ എന്നാണ്. ഇത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായും പല ഘട്ടങ്ങളിലായും പല പ്രവാചകന്മാരും ഇത്തരം സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ പ്രയാസങ്ങളിലും അല്ലാഹുൽ തവക്കുൽ ചെയ്തതായി നമുക്ക് കാണാം. രോഗം കൊണ്ട് പരീക്ഷിപ്പിക്കപ്പെട്ട, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് പരീക്ഷിപ്പിക്കപ്പെട്ട, അതേപോലെ സന്താനങ്ങൾ കൊണ്ട് പരീക്ഷിപ്പിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ അത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുൽ തവക്കുൽ ചെയ്തു ജീവിതം മുന്നോട്ട് നയിച്ചു എന്ന് ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലെത്തി കൊണ്ടാരത്തിലേക്ക് ഇടപെട്ട സന്ദർഭത്തിൽ ഒരു അസ്വസ്ഥതയോ ഒരു പ്രയാസമോ പ്രകടിപ്പിക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന ആ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല ഫതഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉകും ശൈഅൻ വലാ യളുറുകും, ആ സമൂഹത്തോട് തന്നെ തീക്കുണ്ടാരത്തിലേക്കാണ് എറിയപ്പെടുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ചോദിക്കുന്നു, ഖാല ഫതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തൊരാരാധ്യമൂർത്തികളെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ട് ഇരിക്കുന്നത്? മാ ലാ യൻഫഉകും ശൈഅ, നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ, വലാ യളുറുകും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ചെയ്യാൻ കഴിയാത്ത, ഈ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
അവിടെ ചോദിക്കുന്നതായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കാര്യം അപഹാസ്യം തന്നെ, ഏറ്റവും മോശമായതാണ്. ഉഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അഫലാ തഅഖിലൂൻ. ഉഫിൽ ലക്കും, നിങ്ങൾക്ക് നാശം. വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുന്നു, എന്തെങ്കിലും സഹായം വേണോ? അവിടെയും ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വ നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ല ഭരമേൽപ്പിക്കപ്പെടുന്ന ആളാണ് അല്ലാഹു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പോലും പറയുന്നതായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഉഹദ് യുദ്ധാനന്തരം നടക്കപ്പെടുന്ന ആ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന സമയത്ത് ആളുകൾ വീണ്ടും സൈന്യവുമായി ആളുകൾ വീണ്ടും ആക്രമിക്കാൻ വരുന്നു എന്ന് വിശ്വാസികളെ പേടിപ്പെടുത്തുന്ന സമയത്ത് വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം അവർ പറയുന്നു, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസു ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസു ഖദ് ജമഉ, മനുഷ്യന്മാരൊക്കെ അഥവാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഫഖ്ശൗഹും, അവർ ഭയപ്പെടുന്നു, ഫസാദഹും ഈമാന, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വഖാലു, അവർ പറയുന്നു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു എന്നാണ് ആ വിശ്വാസികളായ കൈകാലുകൾ മുറിഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും യുദ്ധം ചെയ്യപ്പെടുമെന്ന്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്തും അവരുടെ വാക്കുകളിൽ നിന്ന് വന്നത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നില്ല. ഫൻഖലബു ബിനിഅ്മതിൻ മിനല്ലാഹ്, ഫൻഖലബു, അവർ മടങ്ങി, ബിനിഅ്മതിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ നിഅ്മത്ത് കൊണ്ട്, അനുഗ്രഹം, വഫളിൻ ലം യംസസു സൂഅ, അവർക്കൊരു മോശമായതും സ്പർശിക്കപ്പെട്ടിട്ടില്ല, അവർക്ക് ബാധിച്ചിട്ടില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ് അവർക്ക് കരഗതമാക്കാൻ സാധിച്ചത്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അല്ലാഹു വമ്പിച്ച ഔദാര്യം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്താണ് പ്രവാചകൻ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. സൗർ ഗുഹയിൽ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ ഭയപ്പെടുന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മൾ ഈ ഇരിക്കുന്നത് അവരുടെ കാൽപാദങ്ങളിലേക്ക് അവരൊന്ന് നോക്കിയാൽ നമ്മളെ കാണൂലേ, അല്ലെങ്കിൽ നമ്മളെ അവർ ദർശിക്കാൻ സാധ്യമല്ലേ എന്ന് സംസാരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല, ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇദ്ഹുമാ ഫിൽ ഗാരി, അവർ രണ്ടുപേരും ആ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഇത് യഖൂലു ലിസാഹിബി, തൻ്റെ സഹോദരൻ തന്നോട് പറയുന്ന, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഭയത്തെക്കുറിച്ച്, പേടിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, ലാ തഹ്സൻ, നീ ഭയപ്പെടേണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ നമ്മുടെ രക്ഷിതാവായ അല്ലാഹു ഉണ്ടാകുമെന്നും അവിടെ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യം നൽകുന്ന ആ തവക്കുൽ, അല്ലാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സഹായം ഏതു രൂപത്തിലാണ്, എങ്ങനെയാണ് നമുക്ക് ലഭിക്കപ്പെടുക എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഈമാനുള്ള ആളുകൾ ഒരിക്കലും അസ്വസ്ഥരാകാൻ പാടില്ല, ഒരിക്കലും പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നിരാശരാക്കി ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കതിന് വലിയൊരു പാഠവും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ജീവിതത്തിൽ അവർ ദർശിച്ചതായി, കണ്ടുമുട്ടിയതായി കാണാൻ സാധിക്കുന്നു. കാരണം അവരുടെ മുമ്പിൽ ഫറോവയും, അവരുടെ മുമ്പിൽ തീർച്ചയായും ചെങ്കടൽ ആർത്തിലമ്പുന്ന സമയത്ത്, പിന്നിലാണെങ്കിൽ ഫറോവയും സൈന്യവും വരുന്ന സമയത്ത് ആ ശത്രു സൈന്യത്തിൻ്റെയും
അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികൾ മൂസ ഇപ്പോൾ നമ്മളെ മുക്കിക്കൊല്ലും, നമ്മളെ ഇപ്പോൾ അവർ വകവരുത്തും എന്നൊക്കെ പറയുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞൊരു വർത്തമാനം വിശുദ്ധ ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കും എത്ര പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും എത്ര പ്രയാസമുണ്ടാകുന്ന സമയത്തും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹു ആ ആളുകളെ സഹായിക്കും എന്നുള്ളൊരു ചരിത്രമാണ്. കാരണം ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ഫലമ്മാ തറൽ ജംആനി, ആ കാണുന്ന സമയത്ത് എന്താണ് കാണുന്നത്? രണ്ട് സംഘങ്ങൾ, ഒന്ന് സമുദ്രമാണെങ്കിൽ മറ്റൊന്ന് സർവ ആയുധ സജ്ജീകരണവുമായിട്ടുള്ള ആളുകളെയും കാണുന്ന സമയത്ത് അവർ പറഞ്ഞു അസ്ഹാബു മൂസ, മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ ഇപ്പോൾ മുക്കിക്കൊല്ലും, അല്ലെങ്കിൽ നമ്മുടെ നാശമായിരിക്കും ഇപ്പോൾ സംഭവിക്കുക. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കാല കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. കാല അങ്ങനെയല്ല, ഇന്ന മഈ എൻ്റെ കൂടെയുണ്ട്, റബ്ബി എൻ്റെ രക്ഷിതാവ്, സയഹ്ദീൻ അവൻ എനിക്കൊരു മാർഗദർശനം കാണിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊരു വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുൽ ഇങ്ങനെ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും നമ്മെ ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത്. കാരണം പ്രബോധന രംഗത്ത് ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഏറെ ആവശ്യമായ ഒരു കാര്യമാണ് തവക്കുൽ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തവക്കുൽ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ആവഹിക്കാൻ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം പീഡനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫഇൻ അസൗക ഫഖുൽ ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ ഹീന യറാക ഹീന തഖൂമു വതഖല്ലുബുകും ഫിസ്സാജിദീൻ. ഫഇൻ അസൗക, നിനക്ക് എതിരുകളായിരിക്കും അധികം, നിന്നെ ധിക്കരിക്കുന്നവരായിരിക്കും മക്കൾ. ഫഖുൽ ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിരപരാധിയായി മാറി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകണം. വതവക്കൽ അലല്ലാഹ്, നീ എന്ത് ചെയ്യണം? തവക്കുൽ ചെയ്യണം. അലൽ അസീസിർ റഹീം, പ്രതാപശാലിയും അഗാധജ്ഞമായ അല്ലാഹുൽ നീ നിന്റെ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുകയും ചെയ്യും. അല്ലദീ ഹീന യറാക ഹീന തഖൂമു തഖല്ലുബുകും ഫിസ്സാജിദീൻ, ആ സമയത്ത് നിനക്ക് കാണാൻ സാധിക്കണം നീ ഓരോരുത്തരെയും നിന്റെ തഖല്ലുബായി ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്തുകൊണ്ടായിരിക്കണം. അഥവാ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവനായിക്കൊണ്ടാണ്. എത്ര പ്രയാസങ്ങൾ ആര് ചെയ്താലും ആര് പ്രതിസന്ധി ഉണ്ടാക്കിയാലും നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായി മാറാനാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. എല്ലാറ്റിനും ഞാൻ മതി, എല്ലാം തികഞ്ഞവനാണ് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരമാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു, റബ്ബി ലാ തഖിൽനി തറഫത ഐൻ, പടച്ചവനെ എൻ്റെ കണ്ണ് ഇമവെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ സെക്കൻഡും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രക്രിയയെക്കുറിച്ചും പരിശോധിക്കുമ്പോഴാണ് അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്ന എല്ലാം കൃത്യമായി അല്ലാഹുവാണ് ഇത് സംവിധാനിക്കുകയും ഇത് സംവിധാനിച്ചതനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും നമ്മളെ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലാഹുൽ തവക്കുൽ ചെയ്യണം എന്നുള്ളതാണ്. അത്തരം ആളുകളെ അല്ലാഹു ഏറ്റെടുക്കും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ കാര്യങ്ങൾ തീരുമാനിച്ച് അല്ലാഹുൽ തവക്കുൽ ചെയ്താൽ, വരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്കൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന ഈ സൃഷ്ടാവിലേക്ക് നമ്മൾ കൈ ഉയർത്തുകയും ആ സൃഷ്ടാവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും
ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് പറയുന്നത് ആരല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളും സമയവും വരുന്ന സമയത്ത് അള്ളാഹു ഒരു മഖ്റജ്, ഒരു തുറവി അവന് കൊടുക്കും, അതിനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം കൊണ്ട് സൂക്ഷ്മത കൈവരിക്കുക എന്നുള്ളതാണ്. സുബൈ നമസ്കാരം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഈ പള്ളിയിൽ വന്ന് നമസ്കരിച്ചത് എന്ന്, അങ്ങനെയാണ് ജീവിതത്തിൽ തഖ്വയുള്ളവരായി 5 നേരം ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഹയ്യാലുസ്സലയും ഹയ്യാലുൽ ഫലയും എന്നെയാണ് വിളിക്കുന്നത്, എൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അത് വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കി തഖ്വയുള്ളവരായി ജീവിച്ചാൽ അത്തരം ആളുകൾക്ക് മഖ്റജ് നൽകും, എല്ലായിടത്തും ഒരു തുറവി നൽകും. വിചാരിക്കാത്ത രൂപത്തിൽ അവന് ഭക്ഷണത്തിനുള്ള മാർഗവും നൽകും. നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഭക്ഷണവും പാർപ്പിടവും ഉണ്ടാക്കാൻ. എന്നാൽ നമ്മൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമ്മൾ അറിയാത്ത രൂപത്തിൽ അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന് ഭക്ഷണം അള്ളാഹു നൽകുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരെങ്കിലും അള്ളാഹുൽ തവക്കുൽ ചെയ്താൽ അവൻ അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഉ അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. ഇന്നല്ലാഹ ജഅലൽ ബാലിഉ അംരി, അവൻ്റെ എല്ലാ കാര്യത്തിനും അള്ളാഹു മതിയാകുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, എല്ലാറ്റിനും അള്ളാഹിൻ്റെ അടുത്തൊരു കണക്കും ഒരു തീരുമാനവുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വളരെയധികം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, എത്ര സൂക്ഷ്മതയുള്ളവരായാലും എത്രയും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ എല്ലായിടത്തും സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. അങ്ങനെ സമാധാനം ലഭിച്ചുകൊണ്ട് മരണപ്പെടുന്ന വിശ്വാസികളാകാൻ ജീവിതത്തിൽ എല്ലാവരും അല്ലാഹുൽ തവക്കുൽ ചെയ്ത് ആ ഒരു വിശ്വാസം ജീവിതത്തിലൂടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തിരുമാറാവട്ടെ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അവരുടെ രോഗത്തിൻ്റെ ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.